നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയാണ് ഇത് സംബന്ധിച്ച സൂചന നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടൻ ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നും ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വരവോടുകൂടി ഇന്ത്യ അമേരിക്ക ബന്ധം പുതിയ തലത്തിലേക്ക് കടക്കുമെന്നും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്നുമാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ആദ്യത്തോടുകൂടി ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതയാണ് മാർക്കോ റൂബിയോ പറഞ്ഞു വച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് G7 ഉച്ചകോടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കണ്ടത്. ഈ കൂടിക്കാഴ്ച ഊഷ്മളമായിരുന്നു. നരേന്ദ്രമോദിയെ ആ കൂടിക്കാഴ്ചയിൽ ഡൊണാൾഡ് ട്രംപ് വാനോളം പുകഴ്ത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ അടുത്ത സുഹൃത്താണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ നയിക്കുന്നിടത്തോളം കാലം അമേരിക്ക ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്നും ഏതെങ്കിലും ഒരു രാജ്യം ഇന്ത്യയെ ആക്രമിക്കാൻ എത്തിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യയെ സഹായിക്കാനെത്താൻ അമേരിക്കൻ സൈന്യവും ഉണ്ടാകുമെന്നുമൊക്കെയാണ് അന്ന് ഡൊണാൾഡ് ട്രംപ് തുറന്നടിച്ചത്. അതായത് വല്ലാത്ത പുകഴ്ത്തലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ അന്ന് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഇന്ത്യയെ സോപ്പിടാനുള്ള എന്തോ വലിയ ശ്രമം പോലെ നമുക്ക് തോന്നിയിരുന്നു. കാരണം ഇന്ത്യ അന്ന് കട്ടക്കലിപ്പിലായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇന്ത്യൻ കപ്പലുകളെ അമേരിക്കൻ സൈന്യം ആക്രമിക്കുകയും 3 നാവികർ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യമായിരുന്നു. ഇന്ത്യ അതിൽ ശക്തമായ പ്രതിഷേധം അമേരിക്കയെ അറിയിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് അന്ന് G7 ഉച്ചകോടിക്കിടയിൽ നടന്ന സംഭാഷണത്തിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത്. എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ അതിൻ്റെ അന്തിമ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപാര കരാർ താൽക്കാലികമായി നികുതി നിശ്ചയിച്ച് ഒപ്പുവച്ചിരുന്നു. പിന്നീട് ചർച്ചകൾ നടത്തി അന്തിമ കരാർ ഉണ്ടാക്കണമെന്നായിരുന്നു ധാരണ. ആ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നു വന്നിരുന്നത്. ഇന്ത്യൻ കാർഷിക രംഗത്തെ തുറന്നു കിട്ടണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ക്ഷീരവിപണിയിലും അമേരിക്കയ്ക്ക് നോട്ടമുണ്ട്. എന്നാൽ ഇത് രണ്ടും നടക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷമാണ് ചർച്ചകൾ പുരോഗമിച്ചത്. ഈ ചർച്ചകളിൽ ആശാവഹമായ പുരോഗതിയുണ്ട് എന്നാണ് മാർക്കോ റൂബിയോയുടെ പ്രസ്താവനകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, അന്തിമ വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യത്തിലാകും അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ കരാർ ഒപ്പുവയ്ക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനം ചരിത്രമാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ജനുവരിയിലോ ഫെബ്രുവരിയിലോ നടക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം അത് ഇപ്പോഴും തുടരുകയാണ്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ കഴിഞ്ഞ ദിവസവും ഏറ്റുമുട്ടിയിരുന്നു. ഇത് മേഖലയിലെ സംഘർഷം അവസാനിച്ചിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ്. ചർച്ചകളിൽ ഇരുഭാഗവും എന്തു നിലപാടെടുക്കും എന്ന് വ്യക്തമല്ല. പക്ഷേ ഇറാൻ ഇപ്പോൾ തന്നെ പരാതി പറയുന്നുണ്ട്. ലെബനോണിൽ ആക്രമണം നടത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ സമാധാന കരാറിൽ ഒപ്പിട്ടത്. പക്ഷേ ലെബനോണിൽ ഇപ്പോൾ നിരന്തരം ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ ലെബനോണിനെ തച്ച് തകർക്കുകയാണ്. ഹിസ്ബുള്ളയെക്കെതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങൾ നിർത്തിയില്ലെങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് നേരത്തെ ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. അങ്ങനെ പശ്ചിമേഷ്യൻ സംഘർഷം വലിയ രീതിയിൽ സങ്കീർണതയിലേക്ക് പോകുമ്പോൾ ആണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശനത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നത്. പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിലാണ് ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയുടെ ഒരുക്കങ്ങൾ നടന്നത്. പാകിസ്ഥാൻ്റെ ആദ്യഘട്ട ഒരുക്കങ്ങൾ പരാജയപ്പെടുന്നു. പക്ഷേ പിന്നീട് ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നു എന്ന വാർത്ത വരുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കൻ സൈന്യം ഇന്ത്യൻ കപ്പലുകളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമെല്ലാം ഉടൻ സന്ദർശനം നടത്തുമെങ്കിൽ ഒരുപക്ഷെ ചർച്ചയായേക്കാം. പശ്ചിമേഷ്യൻ സംഘർഷവും ഒരുപക്ഷെ ചർച്ചകളിൽ ഉയർന്നു വന്നേക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൻ്റെ ഉയർച്ച തന്നെയായിരിക്കും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം അതെത്രമാത്രം ഉയർത്താം എന്നായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിശോധിക്കുക. അതായത് അമേരിക്കൻ കമ്പനികൾക്ക് അനുകൂലമായ തീരുമാനം ഇന്ത്യ എടുത്തു കൊടുക്കണം. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം പരിശോധിച്ചാൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുകയാണ്.
ഇന്ത്യയിലേക്കുള്ള അമേരിക്കയുടെ ഇറക്കുമതി ഇന്ത്യയിൽ നിന്നും അമേരിക്കയുടെ ഇറക്കുമതിയേക്കാൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാര കമ്മി നികത്താനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ശ്രമിക്കുന്നത്. പക്ഷേ എണ്ണയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ് എന്ന് അമേരിക്ക ഇപ്പോൾ അറിയിക്കുകയാണ്. ആ ഓഫർ ഇന്ത്യ സ്വീകരിക്കുമോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. താരിഫും നികുതിയുമെല്ലാം എടുത്തു കളഞ്ഞൊരു താൽക്കാലിക വ്യാപാര കരാറിൽ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അന്തിമമായി വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം പുതിയൊരു ഉയരങ്ങളിലെത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ അമേരിക്ക ചർച്ചകൾ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇന്ത്യ സന്ദർശനം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വളരെ കൃത്യമായി തന്നെ, അല്ലെങ്കിൽ വളരെ ആവേശത്തോടു കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് സൂചന. 2027 ആദ്യ മാസങ്ങളിൽ തന്നെ ട്രംപ് ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.